നമുക്ക് ഈസി ആയിട്ട് നല്ല നോൺ സ്റ്റിക്കി ആയിട്ട് എങ്ങനെയാണ് വെജ് പുലാവ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ബാ, ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഞാൻ റൈസ് ഉണ്ടാക്കുമ്പോൾ എന്നെയും ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഹെൽപ്പിംഗ് ഇല്ല, ഞാൻ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ മാത്രം നോക്കാം. ഞാൻ ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കാം. ഓ, ഇത്രയും ശരി. ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മുടെ പുലാവ് റൈസിന് വേണ്ടിട്ട് പോട്ട് ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോ വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മുടെ വെള്ളത്തിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരുംജീരകം ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഓപ്ഷണൽ ആണ്. നമുക്കിനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം, അരി ഒട്ടി പിടിക്കാതിരിക്കാൻ. നമ്മൾ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ്, നമുക്ക് അതിട്ട് കൊടുക്കാം. ഫുൾ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അരി അവിടെ നിന്ന് വേവട്ടെ. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ച് ഒനിയൻസ് ഉണ്ട്, ക്യാരറ്റ്സ് ഉണ്ട്, പിന്നെ കാഷ്യൂസും ഉണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടി നമുക്കൊന്ന് നെയ്യിൽ വഴട്ടാം. നമ്മുടെ ക്യാരറ്റ്സും ഒനിയൻസും നന്നായിട്ടൊന്ന് വഴണ്ടണം. അപ്പൊ നമ്മുടെ റൈസ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരട്ടി വെച്ച നമുക്ക് ഒനിയൻസും ക്യാരറ്റ്സും കാഷ്യൂസും കുറച്ച് കൊറിയാൻഡറും മിന്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പുലാവ് റെഡി. എങ്ങനെ നോക്ക്. താങ്ക് യു.